ഹായ്, ഞാൻ സ്നേഹ. എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ മിക്ക സ്ത്രീകൾക്കും അറിയാൻ ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി എന്നെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നിൽ ശരിക്കും അട്രാക്റ്റഡ് ആണ് എങ്കിൽ എങ്ങനെയാണത് അറിയാനായിട്ട് കഴിയുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അവർ നിങ്ങളിൽ ശരിക്കും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്, അട്രാക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന കുറച്ച് സൈനുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഇതിൽ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അവർ അറിഞ്ഞു ചെയ്തു തരും എന്നുള്ളതാണ്. അതായത് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളൂ കേട്ടോ, അത് വേറൊരു ഭാഗം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ നിങ്ങൾക്ക് പല ആവശ്യങ്ങളുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്കൊരു ഡ്രസ്സ് വേണമെന്നൊരു ആഗ്രഹമുണ്ട്, നിങ്ങളിൽ വലിയ രീതിയിൽ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കാം. അപ്പൊ അവരത് മനസ്സിലാക്കും. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഇത് കുറവാണ്, അപ്പൊ ഡ്രസ്സ് കുറവാണ്, അപ്പൊ ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കാം എന്ന് അവരറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നുള്ളതാണ്. ഇത് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരോട് ഒരു ആവശ്യമായി പറയുന്നതിന് മുന്നേ തന്നെ അവർ നിങ്ങൾക്ക് നടത്തി തരും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിലുണ്ടായിരിക്കും. നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അതിശയം തോന്നിയിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞിട്ട് പോലുള്ളൂ, പക്ഷെ ഇവരിതെങ്ങനെ മനസ്സിലാക്കി, അല്ലെങ്കിൽ എനിക്കിത് വാങ്ങി തന്നു എന്നുള്ള ആ ഒരു സന്തോഷമൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. അത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ പറയാതെ നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, അത് ചെയ്തു തരാനായിട്ട് അവർ മനസ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവർ ശരിക്കും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങളെ അവർക്ക് അത്ര ഇഷ്ടമാണെന്നുള്ളതാണ്. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്ന സമയത്താണ് അവരുടെ കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാറുള്ളത്. അവർക്ക് എന്തൊക്കെ വേണം, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, കുറവുകളുണ്ട്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്തു കൊടുക്കാൻ തയ്യാറാവുന്നത് നമ്മൾ അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോഴാണ്, അവരുടെ സന്തോഷം നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്താണ്. അപ്പോൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ, അവരെ നമ്മൾ ശരിക്കും സ്നേഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവർക്ക് എന്താ ഇല്ലെങ്കിലും എനിക്കെന്താണ്, ഞാൻ ഹാപ്പിയാണ് എന്നുള്ളതല്ലേ നമ്മൾ വിചാരിക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നല്ല സംഭവിക്കുന്നത്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, ചെയ്തു തരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവർ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ അവർക്ക് വേറെ എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും നിങ്ങൾ പറയുകയാണ്, നമുക്കൊന്ന് കാണാം, നമുക്കൊന്ന് സംസാരിക്കാം, കുറച്ച് നേരം ഒന്ന് കൂടെ ഇരിക്കണം എന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒരു മടിയില്ലാണ്ട് ചിലപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പോലും അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നുള്ളതാണ്. അതൊരു വലിയ ഭാഗ്യമാണ്. നമ്മൾ പൊതുവെ പറയാറുണ്ട്, ഒരാൾക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈമാണ് എന്നുള്ളത്. അപ്പൊ ആ ഒരു ടൈം നിങ്ങൾക്ക് അവർ തരുന്നുണ്ടെങ്കിൽ, അവരുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഭാഗമായിട്ട് നിങ്ങളെ അവർ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങളെ കൊണ്ടുപോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കണം, അവർക്ക് പറയാനുള്ളത് നിങ്ങളോട് പറയണം, പരസ്പരം മനസ്സിലാക്കണം, സ്നേഹിക്കണം, ഇതൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, അവർ മറ്റാരേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പ്രയോറിറ്റിയും സ്നേഹവും നൽകുന്നത് കൊണ്ടാണ് മറ്റെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. മിക്ക ആളുകളും നമ്മൾ കാണാറുണ്ട്, കൂടെയുള്ള ആളുകളാണെങ്കിൽ പോലും ഒരുമിച്ചിരിക്കുമ്പോൾ പോലും അവർ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കുന്നുണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റാളുടെ കയ്യിൽ ഫോൺ ഉണ്ടാവും, ചിലപ്പോൾ ഇവരുടെ കയ്യിലും ഫോൺ ഉണ്ടായിരിക്കും. അപ്പൊ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ കിട്ടുന്ന ടൈം അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഈ രീതിയിലാണ്. അതായത് പരസ്പരം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിന് ആവശ്യമുള്ള കാര്യമാണെന്നുള്ളത് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ, മീൻസ് നിങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കൂടി ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളെ അവർക്ക് ശരിക്കും ഇഷ്ടമാണ് എന്നുള്ളത് തന്നെയാണ്. ഇനി മൂന്നാമത്തെ ഒരു സൈന് പറയുകയാണെന്നുണ്ടെങ്കിൽ, എപ്പോഴും അവർക്ക് ഒരേ ക്യാരക്ടർ തന്നെയാവും ഉണ്ടാവുക. അതായത് ചില ആളുകൾ നമ്മൾ പറയാറുണ്ട്, ഞാൻ മുന്നൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ശരിക്കും നമ്മൾ ഇഷ്ടമല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഓരോ സമയത്തും ഓരോ ക്യാരക്ടർ ഉണ്ടാവുക. ഒരു സമയത്ത് നമ്മളെ ഭയങ്കര അടയും ചക്കരയും പോലും അത്രയും ഇഷ്ടത്തോടെ ആവും അവർ ചിലപ്പോൾ നമ്മളോട് പെരുമാറും കാണിക്കുന്നുണ്ടാവുക. അടുത്ത സെക്കൻഡ് തന്നെ നമ്മളെ കണ്ടവർ മൈൻഡ് ചെയ്യില്ല എന്നുള്ളത്, അറിയില്ല എന്നുള്ള രീതിയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അത് ശരിക്കും ആത്മാർത്ഥമായ സ്നേഹമില്ലായ്മയിലാണ് കാണാൻ കഴിയുക. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ആയിരിക്കില്ല, എപ്പോഴും ഒരേപോലെ ആവും, എപ്പോഴും നിങ്ങളോട് നല്ല സ്നേഹം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എന്ന് കരുതി നിങ്ങളോട് ദേഷ്യപ്പെടില്ല എന്നോ അല്ലെങ്കിൽ നിങ്ങളെ ചീത്ത പറയില്ല എന്നോ ഇതൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കണത്. ഒരു നല്ല റിലേഷൻഷിപ്പ് ആവുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും, തട്ടലും മുട്ടലും ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികളൊക്കെ പറയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും, അവരിത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുള്ളതാണ്. എല്ലാ പുരുഷന്മാരും ഒരേപോലെ ആവില്ല, ചില പുരുഷന്മാർ സ്നേഹം പ്രകടിപ്പിക്കാത്ത ആളുകളും ഉണ്ടായിരിക്കാം. എങ്കിൽ പോലും അവർ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നതിലൂടെ അല്ലെങ്കിൽ അവരുടെ ഓരോ പ്രവൃത്തികളിലൂടെ
അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ സ്വഭാവം ഒരേപോലെ ആയിരിക്കും, നിങ്ങളോട് എപ്പോഴും അവർക്ക് സ്നേഹം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിനായിട്ട് അവരെപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവരത് വേണ്ടെന്ന് വെക്കും. അതായത് അവരുടെ മനസ്സിൽ മിക്കപ്പോഴും ഉണ്ടാവുന്ന ചിന്ത എന്ന് പറയുന്നത്, എപ്പോഴും എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും, എങ്കിലും മിക്കപ്പോഴും അവർ ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സന്തോഷവതിയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് എന്നോട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവളുടെ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങളാണുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സന്തോഷം എവിടെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പലപ്പോഴും നിങ്ങളുടെ സന്തോഷത്തേക്കാൾ കൂടുതൽ അതിൽ ആഹ്ലാദം കണ്ടെത്തുന്നത് അവരായിരിക്കും എന്നുള്ളതാണ്. അതായത് അവർ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും, നിങ്ങൾ സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് അവരുടെ ഒരു സന്തോഷം കിട്ടുന്നുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാവുന്ന, അല്ലെങ്കിൽ ആ ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് പോകുന്ന, അങ്ങനെ നിങ്ങളോട് പെരുമാറുന്ന, അതിനുവേണ്ടി പല ത്യാഗങ്ങളും സഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് അവരെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥവും ഒന്ന് തന്നെയാണ്, നിങ്ങളോട് അവർക്ക് ശരിക്കും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ 4 കാര്യങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കുക അവർക്ക് നിങ്ങളോട് ശരിക്കും ഇഷ്ടമുണ്ടോ എന്നുള്ളത്. ഇത് നമ്മൾ മിക്ക റിലേഷൻഷിപ്പിലും, ഒരു ആത്മാർത്ഥമായ സ്നേഹമുള്ള മിക്ക റിലേഷൻഷിപ്പിലും കാണുന്ന ഒരു 2-3-4 കാര്യങ്ങളാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു മടിയും ഇല്ലാതെ, അല്ലെങ്കിൽ യാതൊരു സംശയവും ഇല്ലാതെ ഉറച്ചു വിശ്വസിക്കാനായിട്ട് പറ്റും അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ അവർ നിങ്ങളെ സ്നേഹിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ തിരിച്ചും അവരെ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കാം. ഒരു കുറവും ഇല്ലാതെ എന്ന് ഞാൻ പറയുന്നില്ല, കുറവുകളൊക്കെ വരാം, എങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള, ആഗ്രഹിക്കുന്ന പോലെ ഒരു റിലേഷൻഷിപ്പ് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് ഞാൻ നിർത്തുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.